ഹലോ, ഇത് നമ്മൾ കർമ്മ ഫെസ്റ്റിന് പോയതിൻ്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഇതുപോലെ ഫുഡിൻ്റെ ഒരുപാട് സ്റ്റാളുകളും കാര്യങ്ങളും പിന്നെ നമ്മുടെ പ്രോഗ്രാംസും ഒക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ പിള്ളേർക്ക് പിന്നെ മെയിനായിട്ട് വേണ്ടത് ഐസ്ക്രീം ആയതുകൊണ്ട് നമ്മൾ ഐസ്ക്രീം മേടിക്കാനാണ് ആദ്യം പോയത്. ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി പോയത് കണ്ടപ്പോൾ എല്ലാവരും ഓടി വരുന്നുണ്ട്. നമുക്ക് വേണ്ടതാണ് കേട്ടോ ഈ ഓരോരോ കളറിലായിട്ട് എടുക്കുന്നത്. ഓരോരുത്തർക്ക് വേണ്ട ഫ്ലേവറൊക്കെ പറഞ്ഞു. ചോക്ലേറ്റും ബ്ലൂബെറിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ടെൻഡർ കോക്കനട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്ലേവറാണ്. അവിടെയാണെങ്കിൽ വീഡിയോ എടുക്കലൊക്കെയാണ്. പിന്നെ നമുക്ക് വീഡിയോ എടുത്താൽ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് കഴിച്ചുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. നല്ല ഐസ്ക്രീം ആയിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പം ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വട്ടം പോയതിനേക്കാളും അത്യാവശ്യം വലിയ പരിപാടിയായിരുന്നു കേട്ടോ. ഇതുപോലെ ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ നക്ഷുമോനെ നമ്മൾ എന്നത്തെ പോലെ ചെറിയൊരു കഷ്ണം കോണും അതിലിത്തിരി ഐസ്ക്രീമാക്കി പറ്റിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ തരാം പാട്ടിനനുസരിച്ച് നമ്മുടെ ശ്രീക്കൂടി സ്റ്റെപ്പൊക്കെ ഇട്ട് ഐസ്ക്രീം കഴിക്കുന്നു. ഇച്ചു എന്തോ മാമനോട് കാര്യമായിട്ട് പറയുന്നൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്രാവശ്യം ഇതിൽ കയറാനാട്ടോ തീരുമാനിച്ചത്. പിള്ളേരെ നിർബന്ധപ്രകാരമാണ് നമ്മൾ ഇതിൽ കയറിയത്. കഴിഞ്ഞ പ്രാവശ്യം യന്ത്രൂഞ്ഞാലിലാണല്ലോ കയറിയത്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഷോ ഓഫ് ഒക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ നക്ഷമം ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൻ ഈ ലൈറ്റും സൗണ്ടും പാട്ടൊക്കെ കണ്ടപ്പോൾ കണ്ടില്ല, ഡാൻസുകളും ചിരിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും അതിൽ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ 4 പേരാണ് കയറിയത്. കണ്ടില്ലേ, പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. എത്ര നേരം ഈ ഹാപ്പി ഉണ്ടാവും നമുക്ക് കണ്ടറിയാം. ആദ്യം തുടങ്ങിയപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇച്ചുവൊക്കെ ഭയങ്കര ചിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ശ്രീകുട്ടി മാത്രമേ ചെറുതായിട്ടൊന്ന് പേടിച്ച് കണ്ണടച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഭയങ്കര ചിരിയിലായിരുന്നു. ഞങ്ങൾ എത്രത്തോളം ഹൈറ്റിലാണ് ഈ പോണതെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, അത്രയും ഹൈറ്റിലാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ നടുക്കിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര അറിയുന്നത്. തട്ടത്തൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ പേടിച്ച് വിറച്ചേനെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചുവൊക്കെ ഇതാ പേടിച്ച് കണ്ണടയ്ക്കാൻ തുടങ്ങി. സംഭവം കഴിഞ്ഞതും എല്ലാവരും ജീവനം കൊണ്ട് ഇറങ്ങി ഓടുകയാണ്. നമ്മുടെ ഇച്ചുവൊക്കെ പോണ പോക്ക് കണ്ടു. ഇനി വഴിക്കേ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്. ശരിക്കും വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പേടിക്കും ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം കൂടിയൊക്കെ അവിടെ ചുറ്റിക്കറങ്ങിയിട്ട് ഇനി പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അതാ കണ്ടില്ലേ, ഫുള്ള് ബ്ലോക്കാണേ. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി ഇരിക്കുന്നിടത്തേക്ക് നടക്കുന്നതിൻ്റെ ഇടയിൽ ഇത് അവിടെ ഒരു വാട്ടർ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടിട്ട് നമ്മളൊരു പൈനാപ്പിളൊക്കെ മേടിച്ച് കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഓക്കെ, ബായ്.